ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഇനി കിച്ചണിലേക്ക് കിടക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടിക്കൂട്ടണം. അതിനുശേഷം ഞങ്ങൾക്കിന്ന് രാജഗിരി ഹോസ്പിറ്റലിലും പോകണം. ചേട്ടന് തൊണ്ടയിൽ ഇവിടെ സൈഡിലായിട്ടൊരു ചെറിയ മുഴയുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാ വർഷവും വന്ന് ചെക്കപ്പിന് പോകാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിന് പോകണം. പിന്നെ എൻ്റെ കൈവേദന ഞാൻ ബസ്സിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു. യുപി എന്ന് പറഞ്ഞതായിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്. ഇവിടെ കൈമുട്ടിന് എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം കിട്ടിയേക്കുന്നത് ചേട്ടന് കിട്ടിയേക്കുന്നത് 2:10, എനിക്ക് കിട്ടിയേക്കുന്നത് 3:20. അപ്പോൾ ഉച്ച കഴിഞ്ഞാണ്. പക്ഷേങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു 11 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം, എന്നാലും നമ്മൾ ടൈമിന് എത്തുള്ളൂ. അപ്പോൾ അതിന് മുൻപ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. ലഞ്ച് അവിടെ നിന്ന് അവിടെ ക്യാൻറ്റീനുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങി കഴിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചേക്കുന്നത് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവ് നമ്മളിവിടെ റെഡിയാണ്. ഞാൻ അരച്ചു വെച്ചതല്ല കേട്ടോ, ഒരു പാക്കറ്റ് വാങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ ശരിക്കും ഡെയിലി നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് രാവിലെ അരിയൊക്കെ ഇട്ട് വൈകുന്നേരം അരച്ച് വെക്കാൻ അങ്ങനെയൊന്നും ടൈം കിട്ടാറില്ല. യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത് പാക്കറ്റ് മാവാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. ദോശയുടെ കൂടെ ഒരു തേങ്ങ ചട്നിയും കൂടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ്. അപ്പോൾ തേങ്ങ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഐറ്റംസൊക്കെ കൂടെ എടുത്തു വെച്ചു. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ജാറ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം. തേങ്ങ ഞാനിവിടെ ഓൾറെഡി എനിക്ക് ചേട്ടൻ തേങ്ങ ഉണ്ടാക്കി തന്നായിരുന്നു. ഞാൻ ഫ്രീസറിൽ വെച്ചായിരുന്നു. അപ്പോൾ തേങ്ങ ഇങ്ങനെ ഇതിനകത്തുള്ളത് തേങ്ങയില്ല. അപ്പോൾ ഞാൻ വേറൊരു ടിഫിനിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 hour മുമ്പ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ, അതിന് തണുപ്പ് വിടാനായിട്ട്. പിന്നെ നമുക്ക് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങ നമുക്ക് കയ്യോടെ ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ കേടാവില്ല. അപ്പോൾ ഞാൻ ഫ്രീസറിലേക്ക് തേങ്ങ എടുത്ത് വെച്ചിട്ട് ഓടി വരാം. Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic. അപ്പോൾ നമ്മൾ ചട്നിയിലേക്കായിട്ട് ഞാൻ എന്താ തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ ഇത്തിരി പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിക്കായിട്ട് ഞാൻ നമ്മുടെ വിനീഗർ ആട്ടോ ചേർത്ത് കൊടുക്കുന്ന. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് ഇതിനെ പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഞങ്ങൾ താളിച്ചൊഴിക്കുമ്പോൾ എനിക്കിങ്ങനെ ചെറിയുള്ളി അല്ലെങ്കിൽ സവോള കട്ട് ചെയ്തിട്ട് അങ്ങനെ താളിച്ചൊഴിക്കുന്നുണ്ട് കൂടുതലിഷ്ടം. ചിലരൊക്കെ പറയാറുണ്ട് ഉള്ളി ചേർക്കാറില്ലാന്ന് താളിച്ച് വയ്ക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ചേർത്ത് കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇത്തിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ എടുക്കാം. വെച്ച് നമുക്ക് വേഗം ചട്നി റെഡിയാക്കി വെച്ചാൽ പിന്നെ ചൂടൻ ദോശ വേഗം കഴിക്കാമല്ലോ. ഇത് നമുക്ക് താളിച്ച് വയ്ക്കാനുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതെൻ്റെ പണ്ടത്തെ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാൻ ഉണ്ടല്ലോ, അതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇത്തിരി കോട്ടിങ് അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഞാനത് താളിച്ച് ഒഴിക്കാനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി അപ്പം ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അതൊന്നും പിന്നെ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. വാങ്ങിക്കണം. വേറെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചില്ല. അപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. You can say I lost my mind, I will keep on holding my head high, even if the sky is falling. അപ്പോൾ കടുകൊക്കെ ചെയ്ത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. Even if the sky is falling. ഇതെനിക്ക് അഗ്ലിനിൽ വന്നപ്പോൾ കൊണ്ടുവന്ന ടീഷർട്ട് കേട്ടോ. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു. ആലിന് വന്നപ്പോൾ
പെട്ടി തുറക്കുന്ന വീഡിയോ അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പയൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ആരെയും ജോലിക്കാരനൊന്നും ആയിട്ടില്ലല്ലോ. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്, സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽവിയുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ആ ഒരു എമൗണ്ടാണ് ആൽവിന് കിട്ടുന്നത് പാർട്ട് ടൈം ജോബിന്. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഒത്തിരി ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറ്റിയ അങ്ങനത്തെ വലിയ ജോബൊന്നുമില്ലല്ലോ. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചു കൊച്ചു ഐറ്റംസ് എല്ലാവർക്കും കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എനിക്ക് കൊണ്ടുവന്നത് പെർഫ്യൂം കൊണ്ടുവന്നായിരുന്നു. പിന്നെ റിച്വൽസിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ എന്താ പറയുക ബോഡി വാഷ്, പിന്നെ ക്രീം, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, പിന്നെ ടീഷർട്ട്, പിന്നെ ചേട്ടന് വാച്ച്, അങ്ങനെ എല്ലാവർക്കും കൊച്ചു കൊച്ചു ഐറ്റംസ് ഉണ്ട്. അഞ്ജുവിന് വാച്ചുണ്ട്, പിന്നെ അഞ്ജുവിന് എന്തോ ഒരു സെറ്റ് ഉണ്ട് വാച്ചിൻ്റെ കൂടെയുള്ള ബാംഗിൾസും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റ്, പിന്നെ ടീഷർട്ട്, എല്ലാവർക്കും പെർഫ്യൂം, ഒരുവിധം എല്ലാവർക്കും തന്നെ ഉണ്ട് പെർഫ്യൂം. അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പറ്റുന്ന രീതിയിലൊക്കെ ആൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ചട്നിക്ക് താളിച്ച് വയ്ക്കാനുള്ളത് മൂത്തിട്ടുണ്ട്. നമുക്കിത് താളിച്ച് വെച്ചിട്ട് ഉടനെ തന്നെ ഇവിടെ ദോശ ഉണ്ടാക്കാനുള്ള പാൻ എടുത്തിട്ട് ഇത് ഞാനിവിടെ വാഷ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാഷ് ചെയ്തൊക്കെ വെച്ചത് എന്തോ ഇതിൻ്റെ ചെറിയൊരു പാട് വന്നിട്ടുണ്ട്. ഇത് പോകുന്നില്ല, എന്ത് പാടെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ തവയുണ്ടായിരുന്നു, അതിനെങ്ങാനും പിടിച്ചതാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ചട്നി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗത്തിൽ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ദോശയിൽ തേക്കാനായിട്ട് ഞാൻ ഇത്തിരി നെയ്യ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇടയ്ക്കൊന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ കാസറോളൊക്കെ കൂടെ റെഡിയാണ്. പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ദോശ മാവ് ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനത്തെ പാനിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇവിടെ ഇങ്ങനെ കട്ടിങ് ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാനൊക്കെ എളുപ്പമുണ്ട്. 4 സൈഡ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പാനിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പാനാണ്. അപ്പോൾ നമുക്ക് മറിച്ചിടാൻ നല്ല എളുപ്പ സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിനി വേഗത്തിൽ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി പെട്ടെന്ന് തന്നെ റെഡി ആകട്ടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. എന്ത് പറയുമോ ഡോക്ടർ, ഒരു പിടുത്തമില്ല. എനിക്ക് കൈയുടെ കാര്യം എടുത്തിട്ട് ടെൻഷനുണ്ട്. അതുപോലെ ചേട്ടൻ്റെ ആയാലും തൊണ്ടമുഴ, അത് ശരിക്കും പറഞ്ഞാൽ 6 മാസം എത്തുമ്പോൾ ഞങ്ങളോട് ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ 6 മാസത്തിൽ നമുക്ക് അവിടെ നിന്ന് UP-ന്ന് അതിനുവേണ്ടി മാത്രം വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാത്രം 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നായോ നിങ്ങളിപ്പോഴാണ് വെക്കേഷൻ വന്നതെന്ന് വെച്ചാൽ അപ്പോൾ വരാൻ പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. പിന്നെ കൈയുടെ കാര്യമായാലും നമ്മുടെ റൈറ്റ് കൈ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. റൈറ്റ് കൈ വെച്ച് എല്ലാ ജോലികളും ചെയ്യുന്നവർക്ക് റൈറ്റ് കൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൈക്ക് വേദന എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്കധികം ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ടീച്ചിങ് പോസ്റ്റിലാണ്. അപ്പോൾ അതിൽ കൂടെ ഇനി കൈക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേനയൊക്കെ പിടിച്ച് കുറേ സമയം എഴുതുമ്പോൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ നോട്ട് ബുക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ വിരലുകളിലേക്കും ആ വേദന ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവുകയായിരിക്കും. മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. എന്തായാലും ഡോക്ടർ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ദോശ അവിടെ മൊരിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി നെയ്യ് ഇങ്ങനെ മുകളിൽ കൂടെ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ദോശ അവിടെ റെഡി. ചൂടോടെയാണ് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടപ്പാടെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അടിപൊളി ദോശയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലത്തെ രാത്രി എടുത്ത വീഡിയോയും കൂടെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മോനുമായിട്ട് ഒരുമിച്ച് ഒന്ന് കുക്ക് ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ ഇത്. രാത്രിക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചപ്പാത്തിക്കുള്ള ആട്ട ആൽവിൻ കുഴച്ചതാന്നും പറഞ്ഞ് കുഴച്ചു തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ മമ്മിയുടെ അടുത്ത് എത്തിയിട്ട് മമ്മിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്ത് തരണ്ടേന്നും പറഞ്ഞ് അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ചു തരുന്ന രംഗാണ് നിങ്ങളിപ്പോ കാണുന്നത്. നന്നായി കുഴച്ച സൈഡിലൊക്കെ നന്നായി കുഴക്കേ
अरे देखो अच्छे से ഇന്ന് ഞാനും थोड़ा उसको क्या कहते हैं मम्मी स्मूथ ഇന്ന് ഞാനും എൻ്റെ മോനും കൂടെ കിച്ചണിൽ കുക്കിംഗ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല സുഖമുള്ള ടാസ്ക് ആൽവിന് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ. അപ്പൊ അതെ എന്ത് ഹെൽപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കണം കുഴച്ചിടുമെന്ന് വെച്ചു. അപ്പോ കുഴച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് കുഴക്കണം. ഞാനൊരു എന്താ പറയാ UP പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകും. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശോകം. ഞങ്ങളിവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കും. വീട് താഴെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഐറ്റംസ്. അപ്പൊ അങ്ങനെ നമ്മളെ മിക്സപ്പ് ചെയ്താണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ അടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ കേട്ടോ. നേരം വെളുത്തപ്പോൾ അമ്മ കുളിച്ച് ഫ്രഷായി, അങ്ങനെ ഫ്രഷായിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പം അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊന്ന് അമ്മയെ കൊണ്ടൊരു പാട്ടൊക്കെ പഠിപ്പിക്കാമെന്ന്. ഒരു പാട്ട് പാടിയമ്മ, പാട്ടറിയോ? ഒന്ന് ഓർത്തെടുത്തേൻ. അപ്പോൾ അങ്ങനെ അമ്മ പാട്ടൊക്കെ ഓർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പാടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇതുവരെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇതാണ് എൻ്റെ അമ്മ. അമ്മ പണ്ടൊരിക്കൽ എന്ന് പറഞ്ഞാൽ 2017 അമ്മ വീണതാണ്. അപ്പോൾ വീണിട്ട് അമ്മയുടെ കാലിൻ്റെ എല്ലിന് പൊട്ടൽ പറ്റി. അപ്പോൾ അന്ന് തൊട്ട് അമ്മ ബെഡിൽ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബെഡിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പുറത്ത് ഇറക്കുമ്പോൾ അപ്പോഴാണ് അമ്മയ്ക്കൊരു ഫ്രഷ് ടൈം, ഒരു എന്താ പറയുക, പുറം ലോകമൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫുൾ ടൈം അമ്മ ബെഡുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ സമയം വരെ അമ്മ മുറ്റത്തിരിക്കായിരുന്നു. ടയറയത്ത് ഞങ്ങൾ വീൽ ചെയർമ അവിടെ ഇരുത്തിയേക്കായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് അപ്പോൾ ഇനി കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കിടക്കണേക്കാൾ മുമ്പ് ഞാൻ ഓർത്തൊന്ന് അമ്മ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കാമെന്ന്. അപ്പോൾ അമ്മ പാട്ട് ഓർത്തെടുത്തില്ലേ? മറന്നുപോയോ? കണ്ണുനീർ താഴ്വരയിൽ. അപ്പോൾ മറന്നു പോകണം അമ്മ വേഗം. അപ്പോൾ ആ പാട്ട് പാടാന്നാ? എന്നാ ശരി, പാടിക്കോ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. അപ്പോൾ എല്ലാവരും അമ്മയുടെ പാട്ടൊക്കെ കേട്ടല്ലോ. അപ്പോൾ ഇനി അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അമ്മയ്ക്ക്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഉറങ്ങാൻ പോവാം. എല്ലാ വ്യൂവേഴ്സിനും ഗുഡ് ബൈ. എൻ്റെ എല്ലാ സ്നേഹാന്വേഷണവും എല്ലാവരെയും അറിയിക്കണേ. താങ്ക് യു. എന്നാ ഉറങ്ങിക്കോ അമ്മ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് ഈവനിങ് അല്ല, ഇത് മോർണിംഗ് ആണ്. അപ്പം അമ്മ ദേ സുഖമായി കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം ബൈ ബൈ. ബൈ ബൈ. എല്ലാവർക്കും ബൈ. ബൈ ബൈ.